നമസ്കാരം. തൊണ്ടയാട് ബൈപ്പാസിന് സമീപം നെല്ലിക്കോട്ട് കെട്ടിട നിർമ്മാണത്തിനിടെ മണ്ണും പാറയും ഇടിഞ്ഞു വീണു നിർമ്മാണ തൊഴിലാളി മരിച്ച സംഭവത്തിൽ കടുത്ത പ്രതിഷേധവുമായി പ്രാദേശികവാസികൾ. ഏറെക്കാലമായി ഇവിടെ നടക്കുന്ന അനധികൃത മണ്ണെടുപ്പിനെ കുറിച്ചും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള നിർമ്മാണത്തെക്കുറിച്ചും ഉന്നത അധികൃതരോട് പരാതിപ്പെട്ടിട്ടും നടപടി വൈകിയതാണ് വലിയ ദുരന്തത്തിന് കാരണമായതെന്ന് പ്രാദേശികവാസികൾ. തെക്കേപ്പുറത്ത് വീട്ടിൽ പറമ്പിൽ മേഘാലയയിൽ ലിസി പ്രസാദ് പറയുന്നു. റോഡ് ഭീകരമായി ഇടിഞ്ഞതോടെ ലിസിയുടെ കുടുംബം ഉൾപ്പെടെയുള്ളവർ നടവഴി തന്നെ ഇല്ലാതായി. ഞായറാഴ്ച മറ്റൊരു വീട്ടിലേക്ക് താമസം താൽക്കാലികമായി മാറിയതായി ലിസി പറഞ്ഞു. നെല്ലിക്കോട് മാണിക്കോത്ത് റോഡിൽ വടക്കുനിന്നും തെക്കുവശത്തേക്ക് പോകുന്ന കഷ്ടിച്ച് 150ഓളം മീറ്റർ വരുന്ന റോഡാണ് ഇടിഞ്ഞത്. റോഡുള്ള കാലത്ത് പോലും ഏറെ ശ്രമകരമാണ്. തറനിരപ്പിൽ നിന്ന് 16 മീറ്ററോളം ഉയരമുള്ള റോഡിലൂടെ പോയതായിരുന്നു. ഇനിയിപ്പോൾ എന്തു ചെയ്യണമെന്നറിയില്ല, ലിസി പ്രസാദ് പറയുന്നു. റോഡും വീടുകളും ഉള്ളതിനാൽ 5 മീറ്റർ ഇടവിട്ട് സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്നും കുത്തനെ ഇടിച്ചു നിരത്താതെ പടവുകൾ വെച്ചോ സരിച്ചോ ചെയ്യണമെന്നും കാണിച്ചാണ് മുഖ്യമന്ത്രിയുടെ പോർട്ടൽ ഉൾപ്പെടെ ഒട്ടേറെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയത്. പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി നിർമ്മാണം നിർത്താൻ നിർദ്ദേശിക്കണമെന്നും പലരും മറുപടി നൽകി. ചിലർ പരാതി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും പറഞ്ഞിരുന്നെന്നും ലിസി പറഞ്ഞു. MLA-മാരായ KM സച്ചിൻ ദേവ്, അഹമ്മദ് ദേവർകോവിൽ, CPM ജില്ലാ സെക്രട്ടറി M മെഹബൂബ്, DCC പ്രസിഡന്റ് പ്രവീൺകുമാർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. തൊഴിലാളികളുടെ മൃതദേഹം പുറത്തെടുത്ത് കൂടെ നിന്നവരെല്ലാം പുറത്തു പോകണമെന്ന് പോലീസ് നിർദ്ദേശിച്ചപ്പോൾ തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടിട്ട് പോയാൽ മതിയെന്ന ആവശ്യവുമായി പ്രാദേശികവാസികൾ സംഘടിച്ചെത്തിയത് ചെറിയ തോതിൽ ബഹളത്തിന് കാരണമായി. മഴ കഴിയുന്നതുവരെ നിർമ്മാണം നിർത്തണമെന്നും സുരക്ഷാ ഭിത്തിയില്ലാതെ നിർമ്മാണം നടത്തരുതെന്നും കെട്ടിട നിർമ്മാണ കമ്പനിക്ക് നിർദ്ദേശം നൽകിയതായി വാർഡ് കൗൺസിലർ സുജാത ഉടത്തിങ്കൽ പറഞ്ഞു. MLA എന്ന നിലയിൽ ഇതുവരെ ഇതു സംബന്ധിച്ച് പരാതിയൊന്നും കിട്ടിയിട്ടില്ലെന്നും പ്രശ്നപരിഹാരത്തിന് സ്വതന്ത്ര നടപടിക്ക് നിർദ്ദേശം നൽകുമെന്നും അഹമ്മദ് ദേവർകോവിൽ MLA പറഞ്ഞു. നഗരസഭയുടെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും അനാസ്ഥയാണ് ദുരന്തത്തിനിടയാക്കിയതെന്ന് BJP ഉത്തരമേഖലാ സെക്രട്ടറി അജയ് നെല്ലിക്കോടും കുറ്റപ്പെടുത്തി.